ഹാപ്പി വിഷു. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി വിഷു ദിനാശംസകൾ. വിഷു ഏപ്രിൽ 15-നായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ വിഷു ആഘോഷിച്ചത് ഇന്നലെ ആയിരുന്നു. അതായത് എല്ലാവർക്കും കൂടെ ഓഫ് ഉണ്ടായിരുന്ന ഒരു ദിവസം നോക്കിയിട്ട് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു വിഷു ആഘോഷിച്ചത്. ചെറുതായിട്ടൊക്കെ ഒരു സദ്യയൊക്കെ ഒരുക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് ചിലവഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എനിക്ക് അന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ എല്ലാവരും ജോലിയൊക്കെ തുടങ്ങി. ഞാൻ വന്നതിന് ശേഷം ഞാൻ കഴിയുന്നതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ക്യാബേജും അച്ചാറും പുളിശ്ശേരിയും സാമ്പാറും ചോറും പപ്പടം ഇതൊക്കെ എല്ലാം കൂടെ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു സദ്യ ഞങ്ങൾ തട്ടിക്കൂട്ടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകുന്നത് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ഒരുങ്ങിയിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ താഴെയുള്ള ബാക്ക് യാർഡിലായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തത്. വിഷു ആയതുകൊണ്ട് തന്നെ ഒട്ടും പിറകിലോട്ട് പോകേണ്ടെന്ന് എഴുതിയിട്ട് എല്ലാവരും ട്രഡീഷണലായിട്ട് തന്നെ ഞങ്ങളുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് കയറിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എല്ലാം ഉണ്ടാക്കി, പക്ഷേ ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറിനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ട് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അതും സെറ്റായിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പായസമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ഉണ്ടാക്കിയത് വേറെ ആരില്ല, കിരണാണ്, ഞങ്ങളുടെ റൂംമേറ്റാണ്. അത്രയും നന്നായിട്ട് സദ്യ ഒരുക്കുമെന്ന് ഞങ്ങൾ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സദ്യയൊക്കെ റെഡിയായി. വാഴയിലയുടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം ഞങ്ങൾ പ്ലേറ്റ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സൂപ്പർ സൂപ്പർ.